CHR വിഷയത്തിൽ ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക, ഇടുക്കി ജനതയോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റി ഈ മാസം 20-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കും. CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്യും. CHR വിഷയത്തിൽ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് DYFI ജില്ലാ കമ്മിറ്റി 20-ാം തീയതി രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ യുവജന കൂട്ടായ്മ നടത്തുന്നത്. കോൺഗ്രസാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. CHR കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് അനുകൂലമായി യാതൊരു നിലപാടും മുൻ UDF സർക്കാരുകൾ സ്വീകരിച്ചിരുന്നില്ല. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹിയറിംഗിനും ഹാജരാകാൻ പോലും AK ആന്റണി സർക്കാർ തയ്യാറായില്ല. ജനജീവിതം ദുസ്സഹമാക്കുന്ന നിയമങ്ങളെല്ലാം UPA UDF സർക്കാരുകളുടെ സംഭാവനയാണ്. ജനവിരുദ്ധ കർഷക വിരുദ്ധ നിയമങ്ങളും നിലപാടും കൊണ്ടുവന്ന് ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചവരാണ് UDF സർക്കാരുകൾ. 20-ാം തീയതി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾ തുറന്നു കാട്ടിക്കൊണ്ട് CHR വിഷയത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 20-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കട്ടപ്പനയിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥ വശങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടി CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് CB വർഗീസ് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്തു. CHR കേസിൽ വണ്ടൻമേട് കാർഡം ഗ്രോവേഴ്സ് അസോസിയേഷനും കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ജില്ലയിൽ ഉപാധിരഹിത പട്ടയ അനുവദിച്ചതു മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയത് LDF സർക്കാരാണ്. എന്നാൽ ജനവിരുദ്ധ നിലപാട് തുടരുന്ന കോൺഗ്രസ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ, S സുധീഷ്, B അനൂപ്, ഫൈസൽ ജാഫർ, ജോബി എബ്രഹാം, S രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.